ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 2209. ഇന്ന് ജനുവരി മാസം 17-ാം തീയതി. വനത്തിലകപ്പെട്ടു പോയ ഒരു മനുഷ്യനെ കുറിച്ചൊരു നാടോടി കഥയുണ്ട്. മുമ്പോട്ട് പോകാനാവാതെ ആകെ അന്ധകാരത്തില്, ഭയാനകമായ സാഹചര്യത്തില്, നല്ല കാറ്റത്ത്, മഴയത്ത് അയാളിങ്ങനെ പെട്ടു നിൽക്കുമ്പോൾ അയാളൊരു ചെറിയ വീട് കാണുകയാണ്. അവിടെ പക്ഷെ ആരുമില്ല അകത്ത് കയറിയിട്ട്. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അയാൾക്ക് മനസ്സിലായി, ഇത് സാത്താന്റെ വിത്ത് സംഭരണശാലയാണ്. മനുഷ്യഹൃദയങ്ങൾ വിതയ്ക്കേണ്ട വിവിധ ഇനം വിത്തുകൾ അവിടെ കൂട്ടിയിട്ടുണ്ട്. അസൂയ, കോപം, ഭയം, വെറുപ്പ്, നിരാശ എല്ലാം അയാളിങ്ങനെ നോക്കുകയാണ്. ഒരു വിത്ത് മാത്രം വളരെ കൂടുതൽ കൂട്ടിയിട്ടുണ്ട്. അത് എന്താണെന്ന് അയാൾ നോക്കുകയാണ്. അപ്പോഴാണ് ഒരു കുട്ടിപ്പിശാച് പ്രത്യക്ഷപ്പെട്ടത്. ആ യാത്രികൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് ഈ വിത്തുകൾ ഇത്ര അധികം സംഭരിച്ചിരിക്കുന്നത്? അപ്പോൾ പറയുകയാണ് കുട്ടി സാത്താൻ, മനുഷ്യഹൃദയത്തില് ഏറ്റവും വേഗത്തില് തഴച്ചു വളരുന്ന ഒരു വിത്താണ്. ഏതാണ് ആ വിത്ത്? ആ വിത്ത് നിരാശയാണ്. ഇതെല്ലായിടത്തും വളരുമോ എന്നാണ് യാത്രികന്റെ ചോദ്യം. ഇല്ല, കൃതജ്ഞത ഒട്ടുമില്ലാത്ത മനസ്സിലാണ് ഇത് വളരുക. എത്ര വലിയ സത്യമാണ്! കഥ പൊട്ടക്കഥയാണ്. നിരാശയും നിരുത്സാഹവും കടന്നു വരുന്നത് കൃതജ്ഞതയില്ലാത്ത ഹൃദയങ്ങളിലാണ്. സങ്കീർത്തനം 103 പറയുന്നുണ്ട്, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. എന്തുമാത്രം ഉപകാരങ്ങൾ ദൈവം ചെയ്തിരിക്കുന്നു. എന്നിട്ടും നമ്മൾ ഓർമ്മയുള്ള, നന്ദിയുള്ള മനസ്സുള്ള മനുഷ്യരാണ്. നന്ദിയുള്ള മനസ്സ് നന്മയുള്ള മനസ്സാണ്. നന്മയുള്ള മനസ്സ് ദൈവമുള്ള മനസ്സാണ്. ദൈവമുള്ള മനസ്സിൽ നിരാശയില്ല. എല്ലാറ്റിനും നന്ദിയും സ്തുതിയും സ്തോത്രവുമാണ്. ഒട്ടും എളുപ്പമല്ല, എന്നാലും ഒന്ന് ശ്രമിച്ചു നോക്കാവുന്നതാണ്. ഓരോ ദിനവും നടത്തുന്ന, ദൈവത്തിന് നൽകുന്ന, ഹൃദയം നിറഞ്ഞു നൽകുന്ന ഒരു സ്തുതിയും നന്ദിയർപ്പണവും ഒക്കെ ജീവിതത്തിൽ വേണ്ടേ. ദൈവത്തിന് മാത്രമായി ചുരുക്കുകയുമല്ല, കണ്ടുമുട്ടുന്ന ഒപ്പമുള്ള സകല മനുഷ്യരോടും അവിടം കൊണ്ടും അവസാനിക്കുന്നു. പ്രകൃതിയോടും പ്രപഞ്ചത്തോടും മണ്ണിനോടും പച്ചപ്പിനോടും എല്ലാത്തിനോടും ഉണ്ടാവണം. സകല ചരാചരങ്ങളോടും ഉണ്ടാവണം. കരങ്ങൾ കൂപ്പി നന്ദി പറയാനായിട്ട് പാകത്തിനൊരു മനസ്സ്. അതിനു വേണ്ടിയിട്ടും കൂടിയാണ് നമ്മൾ യേശു സന്നിധിയിൽ ആയിരിക്കേണ്ടത്. അവിടുന്ന് കാണിച്ചു തന്ന മാതൃകയെ സ്വീകരിക്കേണ്ടത്. ആമേൻ.